ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർക്ക് ഡൽഹിയിൽ വിരുന്ന്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വസതിയിലാണ് ക്രിസ്മസ് വിരുന്ന് നടത്തുന്നത്. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്, ടോം വടക്കൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. സജു തോമസ് ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. സജു, ആരൊക്കെയാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത്? ചടങ്ങുകൾ തുടങ്ങിയോ? എന്തെല്ലാമാണ് വിവരങ്ങൾ? ഭാരതീയ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വസതിയിലാണ് ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർക്ക്, അതോടൊപ്പം തന്നെ ബിജെപി സംസ്ഥാന അധ്യക്ഷനടക്കമുള്ളവർക്ക് ഇപ്പോൾ ക്രിസ്മസ് വിരുന്ന് ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് ഈ ജബൽപൂരിലെ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ തന്നെ ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളിൽ CBCI അടക്കം വലിയ വിമർശനങ്ങൾ ഉയർത്തിയ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വസതിയിൽ വിവിധ സഭകളുടെ മേലധ്യക്ഷന്മാരടക്കമുള്ളവർ ക്രിസ്മസ് വിരുന്നിനായി എത്തിയിരിക്കുന്നത്. കാത്തലിക് സഭ, ഓർത്തഡോക്സ് സഭ, അതോടൊപ്പം തന്നെ സീറോ മലബാർ സഭ, മാർത്തോമ സഭ അടക്കമുള്ള വിവിധ സഭകളിലെ പിതാക്കന്മാരാണ് ഈ ചടങ്ങിന് വേണ്ടി എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്രിസ്മസിന്റെ ഓരോ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് വലിയ തോതിലാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിവിധ തരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇന്നിപ്പോൾ CBCI വലിയ വിമർശനം ഉയർത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് BJP ഇന്നിപ്പോൾ ജബൽപൂരിൽ ഉണ്ടായ അന്ധയായ സ്ത്രീയെ മർദ്ദിച്ച BJP നേതാവിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് വാർത്താക്കുറിപ്പ് ഇറക്കിയതിന് പിന്നാലെയാണ് ഇന്ന് വൈകിട്ട് ഇപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വസതിയിൽ ഇത്തരം ഒരു ക്രിസ്മസ് വിരുന്ന് ആഘോഷങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് നമ്മൾ കണ്ടതാണ് ക്രിസ്മസിന്റെ ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്രിസ്മസ് കരോൾ സർവീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും അരങ്ങേറിയതാണ്. പ്രത്യേകിച്ച് ഈ സ്ഥലങ്ങളിലൊക്കെയും ക്രിസ്മസ് കരോൾ സർവീസിന് അനുമതി നൽകാത്തതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ അരങ്ങേറി നമ്മൾ കണ്ടതാണ്. വിവിധ സ്ഥലങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. അതിനിടയിലാണ് CBCI അടക്കമുള്ള വിവിധ സംഘടനകൾ വലിയ തോതിൽ അമർഷം രേഖപ്പെടുത്തുകയും അപലപിച്ചുകൊണ്ട് വാർത്താക്കുറിപ്പടക്കം പുറത്തിറക്കുകയും ചെയ്തത്. അതിനിടയിലാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വസതിയിൽ BJP നേതാക്കളോടൊപ്പം തന്നെ ക്രിസ്ത്യൻ മത പുരോഹിതന്മാരും എത്തി ക്രിസ്മസ് ആഘോഷങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും വലിയ തോതിൽ വിമർശനങ്ങൾക്ക് ഇടയാക്കിയ ചില സംഭവങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വിവിധ സംസ്ഥാനം, പ്രത്യേകിച്ച് ഉത്തർപ്രദേശ്, ഹരിയാന, അതോടൊപ്പം തന്നെ രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ ക്രിസ്ത്യൻ മത വിഭാഗത്തിനെതിരെ വലിയ തോതിലുള്ള അതിക്രമങ്ങൾ നേരിടുന്നത് നമ്മൾ കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് വിവിധ സംഘടനകളടക്കം വലിയ തോതിലുള്ള വിമർശനങ്ങളും ഉയർത്തുന്നത് നമ്മൾ കണ്ടതാണ്. അതിനിടയിലാണ് ഇന്നിപ്പോൾ CBCI അടക്കമുള്ള ചില സംഘടനകൾ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർത്തി കുറ്റപ്പെടുത്തലുകളും ഉയർത്തിക്കൊണ്ട് ഇന്ന് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിന് തയ്യാറായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ ടോം വടക്കൻ, അതോടൊപ്പം തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, അതോടൊപ്പം തന്നെ ഷോൺ ജോർജ്, ടോം വടക്കൻ അടക്കമുള്ള BJP നേതാക്കളും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ചടങ്ങ് ഇപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വസതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആരതി, സജു, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ അനിഷ്ട സംഭവങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് ഈ ഒരു ക്രിസ്മസ് വിരുന്ന്. അതോടൊപ്പം CBCI ഒക്കെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ സ്ഥലത്ത് എന്തെങ്കിലും പ്രത്യേക സുരക്ഷയൊക്കെ ഒരുക്കിയിട്ടുണ്ടോ? അത്തരമൊരു സുരക്ഷ അതുമായി ബന്ധപ്പെട്ട് യാതൊരു സജ്ജീകരണങ്ങളും ഇവിടെയില്ല. നേരത്തെ തന്നെ നടത്താൻ ഉദ്ദേശിച്ച ഒരു പരിപാടി തന്നെയാണ് ഈ ചടങ്ങെന്ന് പറയുന്നത്. ഇന്നിപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ, ഷോൺ ജോർജ് അടക്കമുള്ളവർ ഡൽഹിയിൽ ഉണ്ടായിരുന്നു. അവരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു. നമുക്കറിയാം, ഞാൻ മുൻപ് സൂചിപ്പിച്ച കാര്യം ഏറ്റവും പ്രധാനമാണ്. ഇന്നലെ ഈ ജബൽപൂരിൽ ഉണ്ടായ ഒരു ക്രിസ്ത്യൻ യുവതിയെ, പ്രത്യേകിച്ച് അന്ധയായ ഒരു സ്ത്രീയെ മർദ്ദിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഈ വിമർശനങ്ങൾ വന്നതിന് പിന്നാലെയാണ് CBCI ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുകയും ഇതിൽ അക്രമികളായ BJP നേതാക്കൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാവശ്യപ്പെട്ട് വാർത്താക്കുറിപ്പിലൂടെ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതിനെതിരെ വലിയ തോതിൽ വിമർശനങ്ങൾ വന്നപ്പോൾ BJP യാതൊരു പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുണ്ടാവുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള അമർഷം പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സഭകളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചില കോണുകളിൽ നിന്ന് വലിയ വിമർശനങ്ങൾ ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വിഷയങ്ങളിൽ യാതൊരു പ്രതികരണത്തിനും മറ്റു ക്രിസ്ത്യൻ നേതാക്കളടക്കം തയ്യാറാവാതെ നിന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതിനിടയിലാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വസതിയിൽ ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാർക്കടക്കമുള്ളവർക്ക് ഇപ്പോൾ ഒരു വിരുന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. ശരി, സജു തോമസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.